കേരള സൈകൾ പാപ്പുക്കുട്ടി ഭാഗവതർക്ക് സംസ്ഥാന ക്ഷേമനിധി ബോർഡിന്റെ ആദരം. മന്ത്രി എ.കെ. ബാലൻ പാപ്പുക്കുട്ടി ഭാഗവതരെ ആദരിച്ചു. തന്നിലെ കലാകാരനെ ആദരിച്ചത് ഇടത് സർക്കാർ മാത്രമാണെന്ന് പാപ്പുക്കുട്ടി ഭാഗവതർ പറഞ്ഞു. പാപ്പുക്കുട്ടി ഭാഗവതരുടെ വീട്ടിലെത്തിയാണ് സാംസ്കാരിക മന്ത്രി എ.കെ. ബാലൻ അദ്ദേഹത്തെ ആദരിച്ചത്. 103-ാം വയസ്സിലും തന്റെ കലാസപര്യ തുടരുന്ന ഭാഗവതരുടെ കലാജീവിതം പുതുതലമുറയ്ക്ക് പ്രചോദനമാണെന്ന് മന്ത്രി എ.കെ. ബാലൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കലാ രംഗത്തെ സംഭാവനകളെ സംബന്ധിച്ച് പുതിയ തലമുറക്ക് നമുക്ക് സംവേദിപ്പിക്കാൻ കഴിയണം. ജീവിതത്തിന്റെ 103 കലാവേദിയിൽ 9.5 പതിറ്റാണ്ടും പിന്നിടുമ്പോഴും വിശ്രമം എന്നത് അദ്ദേഹത്തിന്റെ അജണ്ടയിലില്ല. എന്നിട്ടും വേണ്ട രീതിയിലുള്ള അംഗീകാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടില്ല. തന്റെ പരിഭവം പാപ്പുക്കുട്ടി ഭാഗവതർ മറച്ചുവെച്ചില്ല. ഏതാണ്ട് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ 15,000-ലേറെ വേദികളിൽ ഞാൻ എൻ്റെ നാടകവും സംഗീത കച്ചേരികളും അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇത്രയും വലിയ കലാസംഭാവനകൾ കേരളത്തിന് കാഴ്ചവെച്ച എനിക്ക് UDF സർക്കാർ ഒരു അംഗീകാരം പോലും എനിക്ക് കിട്ടിയില്ല. എന്നാൽ ഇപ്പോഴിതാ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ LDF സർക്കാർ മാത്രമാണ് ഈ കലാകാരന് വേണ്ട ആനുകൂല്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത്. നാടക നടൻ, ഗായകൻ, സംഗീതജ്ഞൻ, സിനിമാ നടൻ, പിന്നണി ഗായകൻ, കഥാപ്രസംഗകൻ, സംഗീത ഗുരു തുടങ്ങി സകല കലയിലും നിറസാന്നിധ്യം അറിയിച്ചു ഭാഗവതർ. MK അർജുനൻ, KG ജോർജ്, കമൽ, ലെനിൻ രാജൻ തുടങ്ങി നിരവധി പ്രമുഖരാണ് ആദരവർപ്പിക്കാനായി വീട്ടിലെത്തിയത്. റിപ്പോർട്ടർ, കൊച്ചി.